Hello friends, welcome back. ഇന്നൊരു സ്പെഷ്യൽ കടായി വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. ചൂടുള്ള ചോറിനോടൊപ്പം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കടായി മസാല ഒന്ന് ഉണ്ടാക്കണം. അതിനു വേണ്ടി 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഉണക്കമുളക്. ഇതെല്ലാം കൂടെ ഏകദേശം 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അടുത്ത ഞാൻ ഇവിടെ കോളിഫ്ലവർ, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ് എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ, പിന്നെ ക്യൂബായിട്ട് അരിഞ്ഞ് ഓണിയൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് പകുതി വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അടുത്ത് ഞാൻ ഇവിടെ പാൻ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഇട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് കടായി വെജിറ്റബിൾ ഉണ്ടാക്കി തുടങ്ങാം. അതിനായി വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഉണക്കമുളകും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 2 മീഡിയം സൈസ് സവാള ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം 5-6 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊന്ന് മാറിയാൽ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ എല്ലാം പച്ചക്കുത്ത് മാറിയാൽ ഇതിലോട്ട് 2 തക്കാളിയുടെ പേസ്റ്റ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലുള്ള ഓയിൽ സെപ്പറേറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നേരത്തെ വറുത്ത് പൊടിച്ച കടായി മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. കടായി മസാല ഫുള്ള് ചേർക്കണമെന്നില്ല. ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടായി മസാല മാറ്റിയതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1/2 കപ്പ് പനീർ ക്യൂബ്സ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരത്തെ വഴറ്റി മാറ്റി വെച്ച ക്യാപ്സിക്കവും സവാളയും ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്ത ഇതിലോട്ട് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിൾ കടായി റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം.
അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ കടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം.